ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് പറയുന്നത്. ഭാവിയിലെ ഒരു സമയത്ത് നമ്മൾ ഈ കാര്യം ചെയ്യുകയായിരിക്കും, ഒരു കാര്യം നടക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആയിരിക്കും എന്നൊരർത്ഥം എല്ലാ സെൻറ്റൻസിലും വരും. കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ വേർബിൻ്റെ കൂടെ ING ഉണ്ടായിരിക്കും, ING ഫോം ആയിരിക്കും ഉണ്ടാവുക. പാറ്റേൺ നോക്കാം. സബ്ജക്റ്റ് വിൽ ഓർ ഷാൾ, പിന്നെ ബി ഉണ്ടാവും. ബി എന്ന വേർബിൻ്റെ മറ്റു രൂപങ്ങളാണ് ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ. ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ബി ഉപയോഗിക്കുന്നത്. പിന്നെ V4 വേർബിൻ്റെ ING ഉള്ള രൂപം, അതിനാണ് നമ്മൾ V4 എന്ന് പറയുന്നത്. വേർബിൻ്റെ കൂടെ ING, പ്ലേയിങ്, വാക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറയുന്ന പോലെ ING ഉള്ള രൂപം. സെൻറ്റൻസ് നോക്കാം. വെൻ യു റീച്ച് ഹോം ഐ ഷാൾ ബി സ്ലീപ്പിംഗ്. നീ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരിക്കും. ആയിരിക്കും. അപ്പം ഇവിടെ നീ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരിക്കും. അപ്പം ഇവിടെ നീ എത്തുന്ന സമയത്ത് ഞാനത് ചെയ്യുകയായിരിക്കും. ഐ ഷാൾ ബി സ്ലീപ്പിംഗ്. ഇതാണ് ഇവിടുത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ മെയിൻ സെൻറ്റൻസ്. അപ്പോൾ സബ്ജക്റ്റായിട്ട് I ഉണ്ട്, ഷാൾ ഉണ്ട്, ബി ഉണ്ട്, വേർബുണ്ട്, ING രൂപമുണ്ട്, സ്ലീപ്പിംഗ്. അറ്റ് ദിസ് ടൈം ടുമോറോ യു വിൽ ബി റൈറ്റിംഗ് ദി ടെസ്റ്റ്. നാളെ ഈ സമയത്ത് നീ എക്സാം എഴുതുകയായിരിക്കും. നാളെ ഇതേ സമയം നീ എക്സാം എഴുതുകയായിരിക്കും. അപ്പോൾ ഇവിടെയുണ്ട് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ബി ആണ് ആവുക എന്നതിൻ്റെ മെയിൻ വേർബ്. അപ്പോൾ പ്രസൻ്റ് ആണെങ്കിൽ ആണ്, ഞാൻ എഴുതുകയാണ്. പാസ്റ്റ് ആണെങ്കിൽ എഴുതുകയായിരുന്നു. അതുപോലെ ഫ്യൂച്ചർ ആയതുകൊണ്ട് എഴുതുകയായിരിക്കും. നീ എക്സാം എഴുതുകയായിരിക്കും. നാളെ ഈ സമയത്ത് നീ പരീക്ഷ എഴുതുകയായിരിക്കും എന്നാണ് അർത്ഥം. ഒന്നുകൂടെ നോക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാറ്റേൺ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ബി ഉണ്ടാകും. പിന്നെ V4 വേർബിൻ്റെ ING രൂപം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വെൻ യു റീച്ച് ഹോം ഐ ഷാൾ ബി സ്ലീപ്പിംഗ്. നീ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരിക്കും. അറ്റ് ദിസ് ടൈം ടുമോറോ യു വിൽ ബി റൈറ്റിംഗ് ദ ടെസ്റ്റ്. നാളെ ഈ സമയത്ത് നീ പരീക്ഷ എഴുതുകയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. When the train reaches Calicut, Sonu will be waiting for you. ട്രെയിന് കാലിക്കറ്റ് എത്തുമ്പോൾ സോനു നിന്നെ കാത്തിരിക്കുകയാവും. സോനു അവിടെ കാത്തിരിക്കുകയാവും. When the train reaches Calicut, Sonu will be waiting for you. I will be making breakfast at 6 AM. 6 AM ആണ്, മോർണിംഗ് ആണ്. ജോഗിങ്ങിനൊന്നും ഞാൻ വരുന്നില്ല, ഞാൻ രാവിലെ ഫുഡ് കുക്ക് ചെയ്യായിരിക്കും എന്ന് പറയാൻ വേണ്ടി, ആയിരിക്കും, ഞാൻ അങ്ങനെ ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വരുന്നില്ല, ഞാൻ വൈകുന്നേരം ഞാൻ കളിക്കായിരിക്കും, ഫുട്ബോൾ കളിക്കായിരിക്കും, ആ സമയം ഞാൻ വരുന്നില്ല. ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ ഫുട്ബോൾ കളിക്കായിരിക്കും. അപ്പം ഇങ്ങനെ ആ സമയത്ത് ഇന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റായിട്ട് നമുക്ക് I മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റും കൊടുക്കാം. എല്ലാ സബ്ജക്റ്റിനും കോമൺ ആയിട്ട് വിൽ ബി തന്നെയാണ് ഉണ്ടാവുക. ഹീ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്, അതുപോലെ ഷീ വിൽ ബി, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഐ വിൽ ബി, ഹീ വിൽ ബി, ഷീ വിൽ ബി, യു വിൽ ബി, അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനെ കോമൺ ആയിട്ട് തന്നെയാണ്. സബ്ജക്റ്റ് ഉണ്ടാവും, വിൽ ബി ഉണ്ടാവും, പിന്നെ വേർബിൻ്റെ ING രൂപവും ഉണ്ടാവും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.